ഇവിടല്ലേ അച്ചമ്മ പണ്ട് നിങ്ങള് പറഞ്ഞില്ലായിരുന്നാ വഴി കൂടെ ഇങ്ങനെ ഒരാള് നടന്നു പോണത് പോലെ തോന്നിന്നൊക്കെ. അത് ശരിക്കുള്ളതന്നെ? ശരിക്കുള്ളതാണ്. അന്ന് ഒരു പിന്നെ അറ്ററ്റ ഒരു കുറ്റിയേറ്റേ ഉള്ളൂ ആ കാലത്ത്. അന്ന് ഞങ്ങള് ചൂടുമായ കാലത്തായതുകൊണ്ട് ആ പഴയ വീട്ടില് പുറത്ത് കൊല്ലാരും കിടക്കുകയാണ്. അന്ന് ഞാനുണ്ട്. എന്റെ അമ്മനൊന്നും കൊണ്ടുവന്നില്ല. അതിന്റെ ഒക്കെ മുന്നേണ്. എന്റെ അമ്മനൊക്കെ കല്യാണം കഴിച്ചിട്ട് മുന്നേ എന്റെ അച്ഛൻ ചെറിയ കുട്ടില്ല. അന്നത്തെ കഥയാണ് പോയത്. അങ്ങനെ അങ്ങോട്ട് ആരും കൂടി ഇങ്ങനെ പോകുമ്പോ ഇവിടിങ്ങനെ പ്രേതങ്ങളെന്ന് പോകുമ്പോ നമ്മളെ പഴയ കിണറതാ. ആ കിണറ് പിന്നെ ഇടയിന്റെ ഒരു അവിടെ ഒരു ഇടയില്ലായിരുന്നു. ആ ഇടയിന്റെ വക്കത്താണ്. ആ ഒരാണ്ട് പോണ പോസ്റ്റില് കൂട്ടുമ്പോ വെള്ളം കോരുന്നത് കേൾക്കുക. വെള്ളം കോരുന്ന സൗണ്ട് കേൾക്കുക. വെള്ളം കോരി പാരുന്ന സൗണ്ട് കേൾക്കുന്നത്. ഞങ്ങള് വാങ്ങി തുറക്കില്ല. അപ്പൊ ആ മേലത്തെ ഉമ്മ സുൽത്താത്താന്റെ ഉമ്മയൊക്കെ നമ്മളോട് പറഞ്ഞു തന്നെ നമ്മളിതൊരു പോക്കുണ്ട് ബാഗിൽ തുറക്കരുത്, ഒരുപാട് കേട്ട പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞു തന്നിട്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ അച്ഛത്തെ കൊല്ലാൻ കിടക്കുമ്പോ അങ്ങനെ വെള്ളം കോരി പാരുന്ന അച്ഛങ്ങനെ ഞാനും കേട്ട് അച്ഛയും കേട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും വാങ്ങി അച്ഛണ്ടാക്കി. അച്ഛക്ക് പോയിപ്പോ പിന്നെ ഞങ്ങൾ അച്ഛക്ക് പോയതിന്റെ ശേഷം പിന്നെ ഇങ്ങനെ ലൈറ്റ് പിന്നെ ഇങ്ങനെ ചൂട്ട് കെട്ടിങ്ങാണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ തോൽക്കൊണ്ടിട്ട് ഇറങ്ങി പോകും. അത് നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഇറങ്ങണ വഴിയിൽ ഒരു നെല്ലിമരണ്ടേ, ആ നെല്ലിമരൊക്കെ വെട്ടിപ്പോവും. ആ നെല്ലിമരത്തിന്റെ ചോട്ടിൽ കൂടി ഇറങ്ങി പോവുക. കണ്ട് അച്ഛത്തെ കണ്ട് ഞാൻ കാണാൻ പോയിട്ട് വീഡിയോ അച്ഛത്തെ കണ്ട് ഇറങ്ങിപ്പോയി 3-4 ആൾക്കാര് ചൂട്ടും കെട്ടിപ്പോയേ. ഈ ഇപ്പോട്ട് പോയി അവിടെ ആ താഴെ കുണ്ടില് ചോലര അവിടെ ഒരു പള്ളി അമ്പലം അമ്പലത്തിക്ക് പോകുന്ന ആൾക്കാരാണ്. അതാണ് താഴെ അവിടെ ചെന്ന് കുത്തിരിക്കുവല്ല. ഒരു എവിടുന്നാണ് വരുന്നത്? ഒരു വെണ്ണൂർ അമ്പലത്താണ്. വെണ്ണൂർ അമ്പലത്തിൽ നിന്ന് ഇതിലെ പോവാണ്. നമ്മുടെ പുതുപ്പറമ്പിൽ അമ്പലത്തിലേക്ക് പോവാ. നമുക്ക് ആൾക്കാർ പോവുന്നു. അപ്പൊ പോണ വയ്യായിരുന്നു. അവിടെ അമ്പലം അതൊക്കെ പണ്ടുള്ള കാലത്ത് അറിവില്ലാത്തവരൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പൊ റോഡ് വക്കലൊക്കെ ആയതാണ്. അങ്ങനെ അവിടെ കുത്തിരിഞ്ഞിട്ട് പോയിട്ട് കുറെ വർത്താനം പറഞ്ഞിട്ടാണല്ലോ പിന്നെ പുതുപ്പറമ്പ് അമ്പലത്തിലേക്ക് പോകും. അവിടേക്കാണേലും ഒരു പോവാം. അവിടുന്ന് പിന്നെ ഒരു പോകണമെന്നൊരു കാണും. അങ്ങനെ ദൈവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ് പേരുന്നോലത്തിലെ. അതാണ് മുമ്പത്തായ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയും. ഇപ്പോഴും വെളിച്ചമൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ അങ്ങനെ ആൾക്കാർക്ക് നടക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവൂല. കരണ്ടും വെളിച്ചമൊക്കെ ആയില്ലേ. അതിലൊരു തങ്ങളൊട്ടി കുത്തിരിക്കുമല്ലോ. അവിടെയും കാണലുണ്ടാവില്ല അങ്ങനെ ഈ ആൾക്കാര് നമ്മളെ ചാലക്കുളമ്പിക്ക് വെള്ളം പോയിരുന്നൊക്കെ എപ്പോഴും ഞങ്ങൾ കാര്യമാണ്. പിന്നെ കരണ്ടും വെളിച്ചമൊക്കെ അതിന്റെ സമയം ഇല്ലാണ്ടാവും. പിന്നെ തങ്ങളൊട്ടിയിൽ ഇവിടെ പിന്നെ വീട്ടവിടുന്ന് വരുന്ന അവിടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. നമ്മളിവിടെ സിനിമ ഉണ്ടായിരുന്നു. ഇപ്പൊ പൊളിച്ചു പോയതാണ് ആൾക്കാരെ കിട്ടാതായിട്ട്. പിന്നെ അത് അവിടെ അതിലൊരു പ്രേതങ്ങൾ വന്നിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. സുബ്രഹ്മണ്യത്തിന്റെ പേരൊക്കെ ഇപ്പുറത്തായിട്ട് അവിടെ തന്നെ സിനിമ. അവിടെ ആയിട്ട് അങ്ങനെ സിനിമ ഊരിനടിക്കൂടി കട്ടാകുക, സിനിമ ഊരിനടിക്കൂടി കട്ടാകുക, ഇവരൊന്നും കാണൂല. അങ്ങനെയൊക്കെ ആയിട്ട് ഒഴിവാക്കി. ഇവര് വന്ന് തിരിക്കാണ്. ഇവരെ ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഓടിനടി കൂടി കട്ടാകടി മൂവിയിലെ. അപ്പൊ ഈ ആൾക്കാർ വന്നിട്ട് അവർക്ക് ഇഷ്ടമല്ല അവിടെ ആ ഇത് നടത്തുന്നത്. തിയേറ്റർ വന്നത് ഇഷ്ടമല്ല. അങ്ങനെ തന്നെ ഒരു മനുഷ്യന്മാരൊക്കെ പോയി അറിഞ്ഞപ്പോ അതൊന്നും ഒഴിവാക്കാൻ പറഞ്ഞു. അത് ശരിയാവില്ല. അവര് വന്ന് തിരിഞ്ഞ് വിശ്രമിച്ച് പോകണ കാലാണ്. നമ്മൾ ഈ ഒച്ച വെളിച്ചൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇവര് അച്ഛനും പാപ്പന്മാരൊക്കെ കുട്ടികളായ ദേശാണ് സിനിമ വന്നത്. അതൊക്കെ ഒഴിവാക്കി പോയി. സൂപ്പർ വന്നിട്ട് ഓരോരുത്തരൊക്കെ പോയി അറിഞ്ഞപ്പോ പ്രേതത്തിനോട് കൂടിയതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ അമ്പലമൊക്കെ ശരിയായി. അന്നൊക്കെ ഇങ്ങനെ പുറത്തു നിന്നിട്ട് പിന്നെ ആരോ വിളിക്കണമെന്ന് എനിക്ക് തോന്നി. അത് അന്ന് എനിക്ക് തോന്നുന്നത് ഈ വല്യമ്മല്ലേ, ആ വല്യമ്മ വിളിക്കുന്നുണ്ട് തോന്നുന്നു. അന്ന് നോക്കുമ്പോ ആരുണ്ടാവില്ല. മരോലിനെ ചിലപ്പം മേലോട്ട വല്യമ്മ വന്ന് വിളിക്കേണ്ടോ തോന്നുന്നു. അന്നൊന്നും എന്റെ അമ്മനെ പറഞ്ഞു വന്ന് നോക്കുമ്പോ ആരുമില്ല. അതുപോലെ രാത്രി ആയാലും ഉച്ചത്തിന് വർത്താനം പറയും തോന്നുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോരോ അതിപ്പോ ഈ ഇവിടെ ഈ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം അങ്ങനെയൊന്നുമില്ല.
അപ്പൊ ഇവരൊക്കെ ഇവിടെ തിരഞ്ഞു നടത്തുന്നു. ആരെ? ഓർക്ക് ഇവിടെ ഇരിപ്പിടാക്കാനും വേണ്ടിയിട്ട് ആ ആ അവര് വിളിച്ചറിഞ്ഞ് നടത്തുക. ഓർക്ക് സ്വസ്ഥത കിട്ടാനും ഇപ്പൊ ഒരു സ്വസ്ഥത ആക്കിയപ്പോ അത് കുറവാണ്. ഇപ്പൊ അത് കുറവാണ്. ഈ കിണറിന്ന് വെള്ളം കോരണ സൗണ്ടോ അങ്ങനെ കേട്ടോ? കൂടി അതിങ്ങനെ ഒരു ആൾക്കാർ പോണ വഴിയാണ്. അവര് കോരി അവർക്ക് രാത്രി പിടിച്ച് പോകലേക്കും അങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചന്മാരെയൊക്കെ കുറേ പറഞ്ഞായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ഒരു പരിപാടി നമ്മളെ ഈ അമ്പലം ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പറഞ്ഞത്. നിങ്ങളെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? അച്ഛനെ കൊണ്ടുവന്ന ആ സമയത്തൊക്കെ അങ്ങനെ പ്രായത്തിന് എന്തെങ്കിലുമൊക്കെ കാലത്ത് തന്നെയാണ് കുറെ സൂക്കടൊക്കെ ആയി എനിക്ക് ഇവിടെ വന്നിട്ട്. അപ്പോഴാണ് പിന്നെ ഇതാക്കിയത്. അങ്ങനെ അച്ഛന്റെ രണ്ടാമത്തെ കല്യാണം നിങ്ങൾക്ക് അറിയില്ലേ? ഇത് എനിക്കറിയില്ലായിരുന്നു. അത് കല്യാണം കഴിച്ചിട്ട് അറിയില്ല. ഞാൻ ഇവിടെ മണ്ണാരെയാണ് വന്നതിന്റെ ശേഷം ഇവരൊക്കെ പറഞ്ഞു അച്ഛനും പറഞ്ഞു. അപ്പൊ നിങ്ങൾ അച്ഛനോട് ചോദിച്ചോ? അന്നാല് അച്ഛനൊന്നും വർത്താനം പറഞ്ഞില്ല. മിണ്ടൂല. അന്നല്ല കല്യാണത്തിന്റെ മുന്നേ കണ്ടിട്ട്